ഇന്ന് പ്രപഞ്ചം എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് ഷൈനിക് ടാരോട്സിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളെ ഒരുപാട് ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ഒരുപാട് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് എഫർട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് നിങ്ങളെക്കാളുപരി നിങ്ങൾ അതിന് വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട്. അതിനത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ആവാം, കരിയർ ആവാം, ജോബ് ആവാം, എന്തും ആവാം. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നിങ്ങളിട്ട എഫർട്ടൊന്നും നിങ്ങൾക്ക് തിരിച്ച് കിട്ടിയിട്ടില്ല. നിങ്ങൾക്കൊരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾക്കൊരു പ്രയോറിറ്റി കിട്ടിയിട്ടില്ല. അത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് തളർത്തിയിട്ടുണ്ട്. ബട്ട് ഇവിടെ പ്രപഞ്ചം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് എല്ലാം നിങ്ങളുടെ ലൈഫിൽ വന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു മാറ്റം വരാനാണ്. നിങ്ങളിൽ അത്രയും ഒരു ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത്. അത്രയും ഒരു ചേഞ്ച് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെ വളരെ ബോൾഡാക്കാനും കോൺഫിഡൻ്റ് ആക്കാനും വേണ്ടിയാണ് ഇങ്ങനത്തെ സിറ്റുവേഷൻസൊക്കെ വന്നത് എന്നാണ് പ്രപഞ്ചം പറയുന്നത്. ഈ ഒരു സിറ്റുവേഷൻസിന് ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും കുറേ പേരൊക്കെ ബോൾഡ് ആയിട്ടുണ്ടാവും, അത്രയും ഒരു സ്ട്രോങ് എനർജിയിൽ വന്നിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു സ്ട്രോങ് എനർജിയിൽ വരികയും നിങ്ങൾ അത്രയും ഒരു വികാരങ്ങൾക്ക് മാത്രം അടിമപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഇനി അങ്ങോട്ട് വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഞാൻ ഇനഫാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് സന്തോഷിക്കാൻ കഴിയും. ഇതുവരെ എനിക്ക് മറ്റാരെങ്കിലും സന്തോഷം തന്നാലോ എന്നെ സ്നേഹിച്ചാലോ എനിക്ക് നല്ല ന്യൂസ് കിട്ടിയാലേ ഞാൻ സന്തോഷിക്കൂ എന്ന് നിങ്ങൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് നിങ്ങൾ ആരും ഇല്ലെങ്കിലും സന്തോഷിക്കുന്ന അത്രയും ഒരു ഹാപ്പി പേഴ്സണായിട്ടും അത്രയും ഒരു സ്ട്രോങ് എനർജിയിലേക്ക് നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മാറും എന്നുള്ളൊരു മെസ്സേജാണ് ഈ പ്രപഞ്ചശക്തി ഈശ്വരൻ തരുന്നത്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പോയി 555 എന്ന് ടൈപ്പ് ചെയ്ത് ഈ ഒരു പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്യൂ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം എടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.